വരും ദിവസങ്ങളിൽ സംസ്ഥാന തലത്തെ ഇളക്കിമറിക്കാൻ പോകുന്ന തൊഴിലാളി മുന്നേറ്റത്തിന്റെ സന്ദേശവുമായാണ് CITUവിന്റെ വാഹനജാഥ പ്രയാണം ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസം 24-ാം തീയതി നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചാരണാർത്ഥമാണ് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ജാഥ സംഘടിപ്പിക്കുന്നത്. കുതിച്ചുയരുന്ന ഇന്ധനവില പിൻവലിക്കുക, നിലവിലെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഓട്ടോ ടാക്സി നിരക്കുകൾ പരിഷ്കരിക്കുക, പൊതുവാഹനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം ലഭ്യമാക്കുക, തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡ് ഉപേക്ഷിക്കുക, മോട്ടോർ തൊഴിലാളികൾക്ക് ESI ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങളാണ് യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്നത്. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി KK ചന്ദ്രൻ നയിച്ച ജാഥ ചേർത്തലയിൽ CITU ജില്ലാ പ്രസിഡന്റ് H സലാം ഉദ്ഘാടനം ചെയ്തു. വാഹനം 95% CC എടുക്കുന്ന വാഹനമാണ് എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് അവൻ സ്വന്തമായി കണ്ടെത്തിയ അവന്റെ ഉപജീവനത്തിന്റെ വഴിയാണ്. ആരും ദാനം ചെയ്ത ഉപജീവനത്തിന്റെ വഴിയല്ല, ഒരു ഗവൺമെന്റും കൊടുത്തതല്ല, ഒരു സർക്കാരിന്റെ സംവിധാനത്തിന്റെ ഭാഗമായി എത്തപ്പെട്ട തൊഴിൽ മേഖലയല്ല. ഓടുന്ന തൊഴിലാളിയുടെ വിദ്യാഭ്യാസം നോക്ക്. നന്നായി പഠിച്ച് വിദ്യാഭ്യാസമുള്ള തൊഴിലാളിയും വേറെ പണിയൊന്നും കിട്ടാതെ വന്നപ്പോൾ എൻ്റെ കുടുംബം പോറ്റാൻ ഒരു വാഹനം വാങ്ങിച്ചിട്ട് അതോട് ജീവിക്കാം ഇന്ന് കരുതി വരുന്ന തൊഴിലാളിയല്ലേ. ആ തൊഴിലാളിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിന് മുന്നിൽ ആരും എന്നെ തോൽപ്പിക്കാനില്ല, എൻ്റെ ശരീരത്തിൽ ആരോഗ്യമുള്ള കാലത്തോളം ഈ വാഹനം ഓടിച്ച് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുമെന്ന ഒരു ജീവിതത്തിൻ്റെ മേലെയുള്ള ഒരു തൊഴിലാളി അഭിമാനത്തോടെ പറയുന്ന ഗ്യാരണ്ടിയാണ്. ചടങ്ങിൽ അഡ്വക്കേറ്റ് KB ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു. B ശ്രീകണ്ഠൻ നായർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് NR ബാബുരാജ്, ഏരിയ സെക്രട്ടറി P ഷാജിമോഹൻ, ജാഥ മാനേജർ നിസാർ കോയ പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു.